അപ്പൊ നമ്മളെ കമ്പനിക്കാരന്റെ രാവിലെ ഉത്സവേനെ അപ്പൊ ഓൻ വിളിച്ചു പറഞ്ഞിടാ എല്ലാരും ഇങ്ങോട്ട് പോകട്ടോ നമുക്ക് ഇന്ന് ഇവിടെ വെക്കാന്ന്. പിന്നെ ശനിയാഴ്ച രാത്രിയാണ്, ഇതൊന്നും നോക്കണ്ടല്ലേ, ഞായറാഴ്ച ലീവല്ലേ, നേരെ അങ്ങോട്ടേക്ക് വെച്ച് പിടിച്ച് ഞങ്ങള്. അവിടെ ചെന്നപ്പോ ഏകദേശം ഇങ്ങനെ വെള്ളാട്ടുകളൊക്കെ തുടങ്ങിയേ. അതിന്റെ തന്നെ കമ്പനിക്കാരന്റെ ഏച്ചിന്റെ മക്കളൊക്കെ ഉണ്ടേനി. അതിൽ ഒരുത്തനെ പിന്നെ ഞങ്ങൾ നേരെ അങ്ങോട്ടേക്ക് കൊടുത്ത്, ഒരു വന്ന് ചോദിച്ചപ്പോ ഓനെ അങ്ങോട്ട് എടുത്തെടുത്ത്. ഓനാണ് ഒരു കൊണ്ടുപോയിട്ടുള്ള പരിപാടികൾ നടത്തത് കണ്ടില്ലേ. ഓരോ തമാശകൾ ഓരോന്നുണ്ട്. ഇപ്പൊ പറയണൊക്കെ ഉണ്ട്, ചേക്കനാണെങ്കിൽ ആദ്യമൊക്കെ ഒരു പേടിയില്ല ഇല്ല എന്നൊക്കെ പറഞ്ഞു. തൂക്കി കൊണ്ടുപോയപ്പോ ആ ചക്കന്റെ മുഖമൊക്കെ മാറി ഷേറി കരയാനൊക്കെ ആയിന്. എന്നാലും പ്രശ്നമില്ല കേട്ടോ. പിന്നെ ഓരെടുത്തെത്തിയപ്പോ അത്യാവശ്യം ചെറിയും കളിയൊക്കെ ആയിണ്. ഓരോരോ തമാശകളല്ല, അത് ഈ രൂപം കാണുമ്പോൾ മക്കൾക്കൊക്കെ എന്തായാലും പേടിണ്ടോ. ഞങ്ങളെ ചെറുപ്പകാലത്തൊക്കെ ഞാനൊക്കെ ഉള്ള കണ്ടം പാഞ്ഞ് മറിഞ്ഞിട്ട് ഇവയിലും പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അത് ആ പ്രായത്തിന്റെ ഒരു ഇത് എന്തായാലും അതൊക്കെ രസമല്ലേ, ഓർമ്മിക്കാൻ. ഇനിയിപ്പോ വലുതാകുമ്പോ ഞങ്ങൾക്ക് നമ്മളെ ഓട്ടം ചാട്ടൊക്കെ ഇങ്ങനെ ഓർമ്മ വന്നു. ഇപ്പൊ ഓൻ വലുതാകുമ്പോ പിന്നെ ഓൻ ഇതൊക്കെ ഇങ്ങനെ ഓർമ്മിച്ച് വെക്കാലോ. ഓരോ പ്രത്യേകത എന്താ വെച്ചാല് ഓരോ സമയത്ത് ഇപ്പൊ ഓരോ ഫോണിലും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടാവും. നമ്മളെ ചെറുപ്പത്ത് അങ്ങനെ ഫോൺ ഇങ്ങനത്തെ വലിയ ടച്ച് ഫോണിന്റെ അങ്ങനത്തെ ഇതൊന്നും ഇല്ലേനെ. ഓരോ പ്രായത്തില് ആക്കുണ്ട്. പിന്നെ അവർക്ക് പിന്നെയും കാണാൻ അങ്ങനെ ഓരോ തമാശകളും കാര്യങ്ങളൊക്കെ ആയിട്ട് കാണാം. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. ഈ ഉത്സവ പറമ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ അങ്ങനത്തെ ഓരോന്ന് കാണുമ്പോൾ തന്നെ നമുക്കൊരു ത്രില്ലാണ് കേട്ടോ. പക്ഷെ എന്താ എന്നാലും കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഉത്സവത്തിന്റെ. നമ്മളെ ചെറുപ്പകാലത്ത് അപേക്ഷിച്ച് നോക്കുമ്പോൾ ഉത്സവമൊക്കെ ഭയങ്കര ഇതായിട്ടുണ്ട്. നല്ല താന്നുപോയി. പണ്ടത്തെ പരിപാടികളും കലാരൂപങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒക്കെ മാറി തുടങ്ങി. ഇപ്പൊ വല്ലാണ്ട് ആളുകൾ അങ്ങനെ തോന്നിയൊന്നും എത്തണില്ല. അതാണ് അതിന്റെ പ്രത്യേകത. എല്ലാവർക്കും ഓരോ തിരക്കും കാര്യങ്ങളൊക്കെ ആയി. ഞങ്ങളെ ടൈമിലെന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടിച്ചെറിയും. ഇപ്പം നമ്മളെ കാവിലെ ഉത്സവമാണെങ്കിൽ അങ്ങനെ ഉത്സവങ്ങളൊക്കെ ആണെങ്കിൽ എല്ലാ തറവാട്ടത്തോരും എങ്ങനെങ്കിലും എത്തും. ലീവ് എടുത്തിട്ടാണെങ്കിൽ എന്തായാലും ആ ടൈം ഒരു 2-3 ദിവസം എന്തായാലും ആൾക്കാരൊക്കെ വരും. പക്ഷെ ഇന്നിപ്പോൾ അങ്ങനെ കണ്ടുവരണമൊന്നുമില്ല. എല്ലാവർക്കും അവരുടെ പണിയും കാര്യങ്ങളായി. പിന്നെ ഉത്സവങ്ങളോടൊന്നും ഇപ്പോൾ എല്ലാവർക്കും അങ്ങനെ താല്പര്യം കാര്യങ്ങളൊന്നുമില്ല. എല്ലാവർക്കും എന്താണ് അവരെ കാര്യങ്ങളായിട്ട് നടക്കുക തന്നെ. പിന്നെ ഒന്നാമത് പണ്ടൊക്കെ ആണെങ്കിൽ കൂട്ടുകുടുംബം അങ്ങനെയൊക്കെ ആയിട്ട് നിൽക്കണോണ്ട് എല്ലാവരും ഒന്നിച്ചെത്തും. ഇപ്പം എല്ലാവരും ഓരോ ദിക്കിലേക്ക് എത്തി. കുറേ ആൾക്കാർ ദൂരത്തെത്തും, ചിലവർ പുറത്തേക്ക് പോകും, ചിലവർ അധികം ആൾക്കാർ അവിടെ സെറ്റിലാവും. പിന്നെ അവർക്ക് വരാനുള്ള ലീവും കാര്യങ്ങളൊന്നും കിട്ടൂല. എല്ലാവരും പിന്നെ ഓരോ സംസ്ഥാനങ്ങളിലേക്ക് പോകുന്നവരുണ്ട്. അങ്ങനെ 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 എല്ലാവർക്കും ടൈം ഒക്കൂല, ഓരോ ടൈമിന് കിട്ടൂല. ഓരോ പറഞ്ഞിട്ടും കാര്യമില്ല, ഈ ജോലിൻ്റെതാണല്ലോ, ജോലി പ്രാധാന്യമാണല്ലോ. അതാണ് ഇതിന്റെ പ്രത്യേകത. പിന്നെ എന്താണ് ഇത് കുറേ നേരം നോക്കിന്ന് ചക്കരെ കൊണ്ട് എന്തൊക്കെ ചെയ്യിപ്പിക്കുന്നുണ്ട്. എല്ലാവർക്കും ചെറിയ ഇതും വരണ്ട്. ചക്കരാണെങ്കിൽ പേടിയുണ്ട്, എങ്ങനെയാലും ഓടി കഴിച്ചിലായാലോ എന്നൊരു ഇതുണ്ട്. പക്ഷെ 2 ഉള്ളതുകൊണ്ട് പോവാൻ പേടി വിടില്ല. അവന്റെ തോളിന്ന് ഒരു കൈ എടുക്കണേ ഇല്ല. കുറേ നേരം നോക്കി. പിന്നെ എന്താണ് ഇതൊക്കെ രസമല്ലേ, കുറേ തമാശയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഐറ്റങ്ങളെ കൂടെ കളിക്കുക പറഞ്ഞാൽ തന്നെ നല്ലൊരു ഇതല്ലേ. അതൊക്കെ ഇനി വരുന്ന തലമുറയ്ക്ക് കിട്ടുമെന്ന് അറിയില്ല കേട്ടോ. ഇപ്പോഴുള്ളത് അവരെ തലമുറയ്ക്കും കൂടി ഇങ്ങനത്തെയൊക്കെ ഉണ്ട്. പണ്ടൊക്കെ ഫുള്ള് കലാരൂപങ്ങളാണ് ഉണ്ടാവല്. എത്ര എണ്ണം ഉണ്ടാവും എന്നറിയാം, ഒരു 3-4 എണ്ണം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് കുറേ തിറകളുണ്ടായിന്. ഇപ്പൊ ഒക്കെ കുറഞ്ഞ് എണ്ണം കുറഞ്ഞ് വല്ലാണ്ടല്ലാതെ. ഇനിയിപ്പോൾ അടുത്ത തലമുറ വരുമ്പോഴത്തേക്ക് അതിലും കുറയും, അതിൻ്റെ അടുത്ത തലമുറ വരുമ്പോഴത്തേക്ക്